ഞാൻ പറഞ്ഞ ഈ ടോട്ടൽ പെൽവിക് ഇങ്ങനെ ഈ ബ്ലാഡറും കുടലെല്ലാം ഇറങ്ങുന്ന സ്ത്രീകൾക്ക് നമുക്കൊരു മെഷ് വെച്ച് റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്. സാധാരണ പല ഓപ്പറേഷൻസ് ഉണ്ട്, ടിഷ്യൂ റിപ്പയർസ്, ലോക്കൽ ടിഷ്യൂ റിപ്പയർസ് വെച്ച് അതിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ടിഷ്യൂ റിപ്പയർസിന് ഫോർ എക്സാമ്പിൾ കെല്ലി സർജറി എന്നൊക്കെ പറഞ്ഞ മൂത്രസഞ്ചയൊക്കെ മുകളിലോട്ട് കയറ്റി വെക്കാം. അതേസമയം ഈ ഇതിന് രണ്ടും കൂടി ട്രീറ്റ് ചെയ്യാൻ ടിഷ്യൂ റിപ്പയറിൽ പറ്റത്തില്ല, നാച്ചുറൽ ടിഷ്യൂ റിപ്പയർ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് മേജർ ഡിഫക്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ആ പെൽവിക് ഫ്ലോറിന് ഒന്നായിട്ട് നല്ലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു മെഷ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി, ലേറ്റസ്റ്റ് സർജറി. ആ മെഷർ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ആണ്. ആ മെഷേഴ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബ്ലാഡർ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, കുടൽ മറ്റേ യോനിയിൽ കൂടെ ഇറങ്ങുന്ന ആ കുടൽ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നായിട്ട് ഒരേ സിംഗിൾ ഓപ്പറേഷൻസിലൂടെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ആ മെഷിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സിറ്റിങ്ങിൽ രണ്ടും നമുക്ക് റെക്കറൻസ് ഇല്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റും. മെഷിൻ്റെ അഡ്വാൻറ്റേജസ് പ്രിവെൻറ്റ്സ് റെക്കറൻസ്. മറ്റത് സാധാരണ ബ്ലാഡർ നമ്മൾ ടിഷ്യൂ റിപ്പയർ വെച്ച് മുകളിലോട്ട് കയറി വെക്കുകയാണെങ്കിൽ കുടല മുകളിലോട്ട് കയറി കുറച്ച് കഴിഞ്ഞ് പയ്യെ ആ ടിഷ്യൂസ് ആ മസിൽസ് വീക്ക്നെസ് വരുമ്പോൾ തന്നെ താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അത് ഞങ്ങൾ ഇനീഷ്യൽ കേസസിലൊക്കെ ഞങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തുള്ള ആ റെക്കറൻസസ് കൂടുതലായി കണ്ടിരുന്നത്. മെഷ് വെച്ച് തുടങ്ങിയപ്പോൾ പേഷ്യൻ്റ് ഈസ് വെരി കംഫർട്ടബിൾ. കാരണം വെച്ചാൽ ആ റെക്കറൻസസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആ അസുഖം വീണ്ടും വരത്തില്ല. അതാണ് അതിൻ്റെ മേജർ അഡ്വാൻറ്റേജ്. പക്ഷെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്. മെഷ് ഈസ് വെരി കോസ്റ്റ്ലി.